നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് കേരളത്തിലെ ജനങ്ങൾക്കൊരു കാര്യം ബോധ്യപ്പെട്ടിരിക്കുകയാണ്. വളരെ അപകടകരമായിട്ടുള്ള സ്വകാര്യവൽക്കരണ രാഷ്ട്രീയം വളരെ ബോധപൂർവം കേരളത്തിൽ നടപ്പിലാക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ ആസൂത്രിതമായിട്ടുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ നിയമസഭയ്ക്കകത്ത് അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ളത്. ഒരു മാസത്തിനകത്ത് 3 ഡോക്യുമെൻറ്റുകൾ കേരളം ഒരുപോലെ കാണുകയാണ്. ഗവർണറുടെ നയപ്രഖ്യാപനം, തെറ്റായ കണക്കുകളോ അസത്യമായ വാർത്തകളോ അർദ്ധസത്യങ്ങളോ വെച്ചുകൊണ്ട് അവതരിപ്പിച്ച ധവളപത്രം എന്നു പേരുള്ള കേരളത്തിൻ്റെ സാമ്പത്തിക അവലോകനം, പിന്നീട് ബഡ്ജറ്റ്. മൂന്നിൻ്റെയും അടിസ്ഥാനപരമായ ലക്ഷ്യം കേരളം ഒരു കടക്കണിയിലാണ് എന്ന് വാദിച്ചുകൊണ്ട് കേരളത്തിൽ അതിഭീകരമായിട്ടുള്ള സ്വകാര്യവൽക്കരണത്തിലേക്ക് കടത്തുക എന്നുള്ളതാണ്. അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ അദാനി MSC തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ ദുരൂഹമായിട്ടുള്ള കേരളത്തിലെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഏറ്റവും വലിയ ഒരു കച്ചവട തന്ത്രം, തുറമുഖമാണ്. അതിൻ്റെ ഒരു പ്രാധാന്യം വളരെ ഗൗരവമായി നാം കാണേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് സഭ പിരിയുന്ന അന്ന് കേരളത്തിലെ ഗവൺമെൻറ്റിനോട് ചോദിച്ചു, ഇങ്ങനെ ഗവൺമെൻറ് അറിയാതെ അദാനിക്ക് MSCയുമായി ഒരു കൂടിയാലോചന നടത്താനും ഓഹരി വിൽക്കാനും പറ്റുമോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം കേരളത്തിനുണ്ടോ? പോർട്ടിൻ്റെ കൂടി ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു വിവരവും കേരളത്തിൻ്റെ ഗവൺമെൻറ്റിനില്ല എന്നാണ്. അന്നത്തെ ദിവസമാണ് അദാനി ഈ വിവരം കേരളത്തിലെ ഗവൺമെൻറ്റിനെ അറിയിച്ചത് എന്നുകൂടി ശ്രദ്ധേയമാണ്. അതായത് 29-ാം തീയതി അദാനിയും MSCയും തമ്മിൽ നടത്തിയിട്ടുള്ള ഒരു കരാർ സഭ പിരിയുന്നതിൻ്റെ അവസാനത്തെ ദിവസം മാത്രം കേരളത്തിലെ ഗവൺമെൻറ്റിനെ അറിയിക്കുകയും അന്ന് മാധ്യമ വാർത്തകളിൽ നിന്ന് മനസ്സായതനുസരിച്ച് കേരളത്തിൻ്റെ പ്രതിപക്ഷം ഇത് ചോദ്യം ചെയ്തപ്പോൾ അങ്ങനെയൊരു വിവരമേ അറിഞ്ഞിട്ടില്ല എന്ന് പറയുകയും ചെയ്തതിൻ്റെ പിന്നിലെ ദുരൂഹത കൂടി സംശയിക്കപ്പെടേണ്ടതാണ്. എന്തുകൊണ്ടാണ് 1-ാം തീയതി എന്ന തീയതി സഭ പിരിയുന്ന അന്ന് മാത്രം കേരളത്തിലെ ഗവൺമെൻറ്റിനെ അദാനി ഗ്രൂപ്പ് ഇത് അറിയിക്കാൻ തീരുമാനിച്ചത്? MSCയുമായി കേരളത്തിലെ ഗവൺമെൻറ്റിന് വ്യവഹാരമുണ്ട് എന്നാണല്ലോ നമ്മുടെ ധാരണ. പ്രത്യേകിച്ച് കപ്പൽ മറിഞ്ഞതിനെ തുടർന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകേണ്ട നഷ്ടപരിഹാരത്തെ സംബന്ധിച്ച് ഒരു ക്രയവിക്രയം നടത്തുന്ന കമ്പനിയുമായി, അതും ഇത്ര പ്രധാനപ്പെട്ട ഒരു തീരത്തെ സംബന്ധിച്ചിട്ടുള്ളൊരു ധാരണയുണ്ടായതിനു ശേഷം കമ്പനിയോടോ അദാനിയോടോ വിശദീകരണം ചോദിക്കുകയല്ല, അതിൽ പ്രയാസമറിയിക്കുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ഗൗരവമായി തന്നെ കേരളം നോക്കി കാണുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ രാവിലെ കണ്ടൊരു വാർത്ത, കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി ഔപചാരികമായി പറഞ്ഞു കഴിഞ്ഞു, ഇനി ക്രൂഡ് ഓയിലിന് എത്ര വില കുറഞ്ഞാലും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയ്ക്കാൻ വേണ്ടി പോകുന്നില്ല. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. കാരണം കേരളത്തിൽ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ വിൽപ്പന നികുതിയുടെ കുറവ് വരുത്തി സാധാരണ ജനങ്ങളെ രക്ഷിക്കണം എന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനെ കേരളത്തിലെ പ്രതിപക്ഷം അടിയന്തര പ്രമേയം തന്നെ അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ നിയമസഭയിൽ കാണുകയുണ്ടായി. അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്, ഇതിൻ്റെ പെട്രോളിൻ്റെ വില സ്ഥിരമായി കഴിഞ്ഞാൽ ഞങ്ങൾ ആ നടപടിക്രമങ്ങളിലേക്ക് കിടക്കുന്നതാണ്. ഇപ്പോൾ ഏതാണ്ട് സ്ഥിരമായി, ഇനി കുറയ്ക്കാൻ പോകുന്നില്ല എന്ന് പെട്രോളിയം മന്ത്രി പ്രഖ്യാപിച്ചു. കൂട്ടാനും പോകുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ല, പക്ഷെ കുറയ്ക്കാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വാക്കാണല്ലോ പ്രധാനം. അതുകൊണ്ട് പൊതുവിൽപ്പന നികുതി നിശ്ചയിച്ചുകൊണ്ട് അത് കുറച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ നിർദ്ദേശത്തിൻ്റെ വാക്ക് പാലിക്കാൻ അദ്ദേഹം തയ്യാറാകുമോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ്. PM ശ്രീ ലീഗ് ഏറ്റവും ഷാർപ്പായ അഭിപ്രായം എന്താണെന്ന് അവർ അഭിപ്രായം പറയേണ്ട സമയമായി. കേരളത്തിലെ കോൺഗ്രസിന് ഇപ്പോൾ അഭിപ്രായം പറയാൻ പ്രസിഡന്റ് തന്നെ മന്ത്രിസഭയിൽ ഇരിക്കുകയാണ്, പക്ഷെ ലീഗിൻ്റെ പ്രസിഡന്റ് മന്ത്രിസഭയിലില്ല. അപ്പോൾ അതുകൊണ്ട് ലീഗെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അറബിക്കടലിലേക്ക് വലിച്ചെറിയാൻ പോയ ഈ പദ്ധതി ഇനിയും നെഞ്ഞത്തേക്ക് പിടിച്ചു വയ്ക്കാനുള്ള കാരണം എന്താണെന്ന് കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിക്കേണ്ടി വരും. സഭ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും അപകടകരമായ നയവ്യതിയാനത്തിൻ്റെ സൂചന നൽകിയിട്ടുള്ള സഭയാണ്. ശക്തമായ മുന്നോട്ട് പോക്കായിരിക്കും സമാന ചിന്താഗതിക്കാരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞത്, ഈ സാമ്പത്തിക നടപടിക്രമങ്ങളിൽ ലഭ്യമായ അറിവ് മുഴുവൻ കേരളത്തിൻ്റെ നിയമസഭയിൽ പറഞ്ഞുകൊണ്ട് പ്രശ്നം തീരില്ല. ബഹുമാനപ്പെട്ട സച്ചിദാനന്ദ മാഷ് തന്നെ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തെ ഇത്ര ഗംഭീരമായി കൊണ്ടുവരുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് പ്രവാസികളാണ്. ആ പ്രവാസികളെക്കുറിച്ച്, ഇന്ത്യക്ക് പുറത്തുപോയ പ്രവാസികൾ മാത്രമല്ല, നോൺ
കേരളൈറ്റ്സ് ആയിട്ടുള്ള കേരളത്തിന് പുറത്ത് പ്രവാസ ജീവിതം നടക്കുന്ന പ്രവാസികളെ കുറിച്ച് കൂടി ആലോചിച്ച് അഭിമാനം കൊള്ളുകയും ലോക കേരള സഭ നടത്തുകയും ചെയ്ത ഒരു കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ആ വിധത്തിലുള്ളൊരു പ്രയോഗം ശരിയായതായില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. അത് വളരെ ഗൗരവപ്പെട്ടതാണ്. ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൂലി കൊടുക്കുകയാണ്, അവരതിന് ചിലവാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് അത്ര വില കുറഞ്ഞൊരു അഭിപ്രായം പറയാൻ പാടില്ലായിരുന്നു. അന്യസംസ്ഥാന തൊഴിലാളികൾ അതിഥി തൊഴിലാളികളായി കാണുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൂടി ഗൗരവമായി കാണേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയുടെ കണക്കൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ കണക്ക് ആ അറ്റം മുതൽ തുടങ്ങിയാൽ 5 ലക്ഷം കോടി രൂപയുടെ ബാധ്യതയുണ്ട് കേരളത്തിന് എന്ന് സാമ്പത്തിക വിദഗ്ധന്മാരെ കൊണ്ട് അവതരിപ്പിച്ച കണക്ക് മുതൽ ഇങ്ങോട്ട് പറയുന്ന കണക്കുകൾ പലതും തെറ്റാണ്. അദ്ദേഹത്തിന് ആ നേരത്ത് പറഞ്ഞു നിൽക്കാൻ പറ്റിയ ചില കണക്കുകളാണ്. റിവേഴ്സ് റെമിസ്റ്റൻസിനെ കുറിച്ച് അദ്ദേഹം വേണ്ടതുപോലെ ആലോചിച്ചിട്ടാണോ അതോ പൊതുവായൊരു ധാരണയുടെ അടിസ്ഥാനത്തിലാണോ പറഞ്ഞത് എന്നറിയില്ല. അന്യസംസ്ഥാന തൊഴിലാളികൾ അതിഥി തൊഴിലാളികളായി കാണുന്നു എന്ന് മാത്രമല്ല, ഇപ്പം നമ്മുടെ റോഡിൻ്റെ പണിയൊക്കെ വളരെ ഭീകരമായിട്ട് നിലച്ചിരിക്കുകയല്ലേ. അതിഥി തൊഴിലാളികളുടെ അസാന്നിധ്യമാണ് അതിന് കാരണം എന്ന് വിശദീകരിക്കുന്നത് നമ്മൾ അതിഥി തൊഴിലാളികളെ കുറിച്ച് ഇത്തരം ഒരു നിർവചനം നടത്തിയാൽ അവർക്ക് ഈ കേരളത്തിലേക്ക് വരാനുള്ള താല്പര്യം ഉൾപ്പെടെ മാറും എന്നുള്ളത് ഗൗരവമായിട്ട് കാണേണ്ടതുണ്ട്.